കാലത്ത് ഉറക്കമൊക്കെ കഴിഞ്ഞ് നേരെ അമ്മേനെ അന്വേഷിച്ചിട്ട് അടുക്കളയിലേക്ക് വന്നപ്പോൾ അമ്മ നല്ല പണിത്തിരക്കിലാണ് കേട്ടോ. അമ്മ പുട്ടും കറിയൊക്കെ ഉണ്ടാക്കേണ്ട തിരക്കിലാണ്. പിന്നെ കണ്ടപ്പോൾ തന്നെ അമ്മ പറഞ്ഞൊരു തേങ്ങ പൊളിച്ചോണ്ടിരാണ്. അപ്പോൾ ഞാൻ തേങ്ങ പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെടുക്കുറത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ തേങ്ങ പൊളിക്കുന്ന പരിപാടി ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ തേങ്ങയൊക്കെ പൊളിച്ച് ഞാൻ തന്നെ എണ്ണാട്ടും അങ്ങനെയൊക്കെ ചെയ്യില്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തേങ്ങ പൊളിക്കണ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല കേട്ടോ. പണ്ടൊക്കെ ഒരു തേങ്ങ പൊളിച്ച് കിട്ടുമ്പോഴേക്കും അരമണിക്കൂർ എടുക്കുമായിരുന്നു. എനിക്ക് അത്രയും തേങ്ങ പൊളിക്കാൻ അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ തേങ്ങയൊക്കെ പൊളിക്കാനും ഭയങ്കര സ്പീഡായി. കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം തോന്നുന്നു ഞാൻ തേങ്ങ പൊളിക്കാൻ പഠിക്കണം തന്നെ. ഇവിടെയൊന്നും ഇങ്ങനെ കല്യാണത്തിന് മുന്നേ ആയിട്ടേക്ക് തേങ്ങ പൊളിക്കണത് അങ്ങനെ എനിക്ക് ഓർമ്മയിലേ ഇല്ല. ഞാൻ തേങ്ങ പൊളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. കല്യാണത്തിൻ്റെ ശേഷമാണ് ഞാൻ ശരിക്കും തേങ്ങ പൊളിക്കാൻ പഠിക്കണത്. അന്നൊക്കെ ഇങ്ങനെയാണ് തേങ്ങ പൊതിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഏട്ടൻ്റെ അച്ഛനൊക്കെ കണ്ടിട്ടുണ്ട് വെച്ചെങ്കിൽ അച്ഛൻ വന്നിട്ടേക്ക് പൊളിച്ചു തരും. അല്ലെങ്കിൽ ഏട്ടനൊക്കെ ഉള്ള സമയത്താണ് വെച്ചെങ്കിൽ ഞാൻ ഏട്ടൻ്റെ അടുത്ത് തന്നെ ഏട്ടനെ ഞാൻ വിളിച്ചു വരുത്തിയിട്ട് ഏട്ടനെ കൊണ്ട് പൊളിപ്പിക്കുകയും ചെയ്യാറ്. ഇപ്പോൾ പിന്നെ ഒറ്റയ്ക്കായപ്പോൾ വേറെ നിവർത്തിയൊന്നുമില്ല, തന്നെ എല്ലാം ചെയ്യാൻ പഠിച്ചു. ഇവിടെ വീട്ടിലൊക്കെ ആദ്യം എണ്ണ പൊളിച്ചിട്ട് തേങ്ങ പൊളിച്ചിട്ട് എണ്ണ ആട്ടിക്കാൻ വേണ്ടിയിട്ട് എടുക്കില്ലേ. തേങ്ങ പൊളിച്ച് ഉണക്കിയിട്ടല്ലേ എണ്ണ ആട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ മുന്നേ ഒരു ചേട്ടൻ വന്നിട്ടാണ് തേങ്ങ പൊളിക്കുക. പിന്നെ അതുപോലെ ഉണങ്ങിയിട്ടുണ്ട് വെച്ചെങ്കിൽ അത് അടർത്തിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ കൊടുക്കുക. ഞങ്ങൾ വെയിലത്ത് ഇട്ടിട്ട് ഉണക്കിയെടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ബാക്കി എല്ലാ പരിപാടിയും ഒരു ചേട്ടൻ വന്നിട്ടാട്ടോ ചെയ്യുക. അപ്പോൾ എൻ്റെ വിചാരം അതൊക്കെ അങ്ങനെ വേറെ ആൾക്കാർ ആണുങ്ങൾ പുറത്ത് അല്ലെങ്കിൽ വീട്ടിലുള്ള ആണുങ്ങൾ ചെയ്യുക അങ്ങനെയാണ് എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. എൻ്റെ വീട്ടിലാവുമ്പോഴും തറവാട്ടിലാവുമ്പോഴും ഞാൻ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഞാൻ അമ്മ ചെയ്യണത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യണതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ സുബിയ ചേച്ചിയാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം സുബിയ ചേച്ചിയാണ് തന്നെ നാളികേരമൊക്കെ പൊളിച്ചിട്ട് ഉണക്കി എണ്ണ ആട്ടണതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, ഇത് ആണുങ്ങൾ മാത്രം ചെയ്യണ പണിയല്ല, പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ശേഷമാണ് ഞാനും എൻ്റെ വീട്ടിൽ ഇതുപോലെ തേങ്ങയൊക്കെ പൊളിക്കാനും എണ്ണ ആട്ടിക്കാനൊക്കെ തുടങ്ങിയത്. മറ്റേത് ആരെങ്കിലും ചെയ്യണോ എന്നല്ലെങ്കിൽ ഏട്ടൻ വരുമ്പോഴാണ് അധികം ചെയ്യാറ്. വിനേശേട്ടൻ നാട്ടിലുണ്ട് വെച്ചെങ്കിൽ വിനേശേട്ടൻ ചെയ്യും. അല്ലെങ്കിൽ അവിടെ അതുപോലെ ഒരു തേങ്ങ പൊളിക്കുന്ന ആളെ അമ്മ വിളിക്കാറുണ്ട്, ആളാണ് അങ്ങനെ ചെയ്യാറ്. അമ്മയ്ക്ക് തേങ്ങ പൊളിച്ചെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ കുറച്ച് തുണി തിരുമ്പാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വെടുക്കുറത്തേക്ക് കൊണ്ടൊക്കെയാണ്. എന്താ 2 കുട്ടികളും നല്ല ഉറക്കമാണ്. അവരവിടെ കിടന്നുറങ്ങട്ടെ, ഞാൻ ഈ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റൂമിലേക്ക് വന്നത്. എനിക്ക് രാവിലെ എണീറ്റിട്ട് വെള്ളം കുടിച്ചിട്ടില്ല വെച്ചെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചൂടായതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ ബുദ്ധിമുട്ട്. മറ്റേത് ഞാൻ രാവിലെ എണീറ്റിട്ട് ചിലപ്പോൾ വെള്ളമൊന്നും കുടിക്കാതെയൊക്കെ നടക്കും. പക്ഷെ ഇപ്പോൾ വെള്ളം കുടിക്കാതെയൊക്കെ നടക്കാനേ പറ്റുന്നില്ല, ചൂട് കാരണം തന്നെയാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഇന്നലെ പുറത്ത് പോയപ്പോൾ സ്വീറ്റ് കോൺ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു അത് തൊലി കളഞ്ഞ് വെച്ചിട്ടാണെന്ന് വെച്ചെങ്കിൽ അമ്മ ഇപ്പം തന്നെ പുഴുങ്ങി വയ്ക്കുക, പിന്നെ നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും എടുത്ത് തിന്നാലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതങ്ങനെ തൊലി കളഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഈ സ്വീറ്റ് കോൺ തിന്നാൻ കുട്ടികൾക്കും എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ഉണങ്ങിയ പോലെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കടിച്ചാലും ഇങ്ങനെ കിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. ആ ചോളമായിരുന്നു കേട്ടോ ഞാൻ ആദ്യമൊക്കെ വാങ്ങിയിട്ടും കഴിച്ചിട്ടുള്ളത് ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇത് കിട്ടാൻ തുടങ്ങിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ ആ സംഭവമാണോ അതോ ഈ ഇങ്ങനത്തെ ആണോ എന്ന് ഞാൻ കടക്കാരൻ്റെ അടുത്ത് ചോദിച്ച് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം ഞാൻ വാങ്ങുള്ളൂ. മറ്റേതാണെന്ന് വെച്ചെങ്കിൽ ഞാൻ വാങ്ങില്ല. അതൊക്കെ ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇത് കഴിക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അത് കഴിക്കാനും ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത് നന്നായിട്ട് എളുപ്പം കഴിക്കാനും പറ്റും, നല്ല ടേസ്റ്റും അല്ലേ കഴിക്കാൻ. കവർന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരെണ്ണത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കുറച്ച് മുന്നിൽ ഇങ്ങനെ കേട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനെന്താ തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ട് കുറച്ച് ദിവസമായി. കുളിക്കാതെ ഒന്നും ഒരിക്കലേ. പിന്നെ ഇങ്ങനെ മുടി വല്ല ചകിരി പോലെ തലയിൽ എണ്ണ തേക്കാൻ കുറച്ച് എണ്ണ തേച്ച് കുളിച്ചിട്ടില്ല. ഈ ചൂട് കാലത്ത് ഞാനിപ്പോൾ പുറത്ത് വന്നിരുന്നിട്ടും അതേ ചൂടെടുത്തിട്ട് ഇങ്ങനെ വിയർക്കുകയാണ് ചെയ്യണത്. എന്താണാവോ ഈ പുറത്തൊന്നും കാറ്റ് വീശാത്തത്. എണ്ണ തേക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ തിരുമ്പാളതെടുത്ത് കൊണ്ടുവയ്ക്കണം കേട്ടോ. അത് ഞാൻ സോപ്പും പൊടിയിൽ മുക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവയ്ക്കണത്. പിന്നെ അതേ തിരുമ്പിട്ടത് ഉണങ്ങിയതൊക്കെ ഞാൻ അകത്ത് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മടക്കി വെക്കണം. അതൊക്കെ അവിടെ ഒരു മേശമ കൊണ്ടുപോയി കൂട്ടി വെച്ചിരിക്കുക. തിരുമ്പാളതൊക്കെ ഞാൻ സോപ്പും വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. ഇനി ഇതാ മിറ്റടിച്ച് വരാണ്ട്. മിറ്റത്ത് ഇപ്പം അധികം അങ്ങനെ കരടൊന്നും ഇല്ല കേട്ടോ. ഇപ്പം എന്താ കാറ്റ് വീശാത്ത കാരണം എന്താണെന്നൊന്നും അറിയില്ല, കരട് കുറവാണ്. അതുകൊണ്ട് തന്നെ മിറ്റടിച്ചു വരാൻ എളുപ്പമാണ്. ഇങ്ങനെ കൂടുതൽ കരടുള്ള ഭാഗമൊക്കെ ഞാൻ അടിച്ചൊരിയിട്ട് മാറ്റും. ബാക്കിയുള്ള ഭാഗത്ത് കരണ്ട് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അത്രയും ഭാഗം അടിച്ചു വരണ്ട, അങ്ങനെ എളുപ്പപ്പണിയൊക്കെ ചെയ്യും. അപ്പുറത്തെ സൈഡിൽ കരണ്ടുള്ളതൊക്കെ ഞാൻ അടിച്ചൊരിയിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ സൈഡിൽ കുറച്ച് കരണ്ട് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ചൊരിയിട്ട് കൂട്ടിയിട്ട് കൊണ്ടുപോയി കളയട്ടെ. മിറ്റടിച്ചൊരലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പോയി തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അമ്മേനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടയിലേക്ക് പോവുകയാണ്.
അതിൻ്റെ ഇടയിൽ സി ആര്യനൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിയേനെ ഇതാ കുളിപ്പിച്ച് കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സിയ അവിടെ നിൽക്കില്ലല്ലോ, കടയിൽ പോണ് കണ്ടാൽ പിന്നെ അവളും എൻ്റെ കൂടെ തന്നെ വരും. അവൾ അമ്മയുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ആദ്യം റെഡിയായി നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ സിയേനെയും കൂടി കൊണ്ടുപോവാണ്. ആര്യനെ കൊണ്ടുപോകണില്ല കേട്ടോ, ഒരു 10 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, പോയിട്ട് വേഗം വരും. അപ്പോൾ ഞാൻ ആര്യനെ കൊണ്ടുപോകണില്ല, ആര്യനോട് ഞാൻ കഥ കടച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ പോയി വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ. പിന്നെ പോയി വന്നതിൻ്റെ ശേഷം ഞാൻ ചായ കുടിച്ചു, പിന്നെ സേമോൾക്കും കൊടുത്തു. ആര്യന് അമ്മ പോണതിൻ്റെ മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി വന്നതിൻ്റെ ശേഷം ഞാൻ ബെഡ്ഷീറ്റൊക്കെ മടക്കിയിടുകയാണ് കേട്ടോ. കുട്ടികൾ കിടന്ന് എണീറ്റിട്ട് പിന്നെ അതൊന്നും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ റൂമിലത്തെ ബെഡ്ഷീറ്റും വിരിപ്പൊക്കെ ഒന്ന് മടക്കി വയ്ക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടി കിടക്കുമ്പോൾ റൂമിൽ സ്ഥലം ഉണ്ടാവില്ല, എന്ന് വെച്ചാൽ കട്ടിൽമ സ്ഥലം ഉണ്ടാവില്ല. റൂം വലുതാണ്, പക്ഷേ കട്ടിൽ ചെറുതാണ്. അതുകൊണ്ടാണ് ഈ 2 കട്ടിൽ ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കും ചേച്ചിക്കും എല്ലാവർക്കും കൂടി കിടക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ടുള്ളത്. ഇപ്പോൾ എനിക്കും സൗകര്യമായി ഇങ്ങനെ ഇട്ട കാരണം ഞാനും കുട്ടികളും ഇവിടെ കിടക്കുമ്പോൾ ആര്യ അപ്പുറത്തെ കട്ടിൽമ കിടക്കും, അതുപോലെ സിയും ഞാനും കൂടിയിട്ട് ഒരു കട്ടിൽമ കിടക്കും. അതുകൊണ്ട് ഇപ്പോൾ സുഖമാണ്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കിടക്കാൻ. ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ നീറ്റായി കിടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കാണാൻ. പിന്നെ അതാ ഞാൻ ഹാളും എല്ലായിടത്തും ഒന്ന് അടിച്ചോരി ഇടുകയാണ് കേട്ടോ. സീമോളാണ് ഈ സോഫയുടെ കവർ മുഴുവൻ താഴേക്കിട്ടുന്ന ആൾ. എത്ര കയറ്റി വെച്ചിട്ടുണ്ട് വെച്ചെങ്കിലും അവൾ വന്നിരിക്കുമ്പോൾ അവൾക്ക് ആ കവർ എടുത്തിട്ട് താഴേക്കിടണം. എന്താണെന്നറിയില്ല, അത് അതിലിരിക്കുമ്പോൾ വല്ല മുള്ളും കുത്തുണ്ടാണാവോ. അപ്പം ഞാൻ ആര്യൻ്റെ അടുത്ത് അതൊക്കെ വൃത്തിയാക്കി വെക്കാൻ പറഞ്ഞിട്ട് അവ അത് വൃത്തിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് പിന്നെ അമ്മ രാവിലെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും ചിക്കൻ കറിയും കാലത്ത് കഴിച്ചു. പിന്നെ അമ്മൻ്റെ അടുത്ത് നെയ്ച്ചോറ് വെക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണം. അമ്മ കൊണ്ടുപോയിട്ടില്ല ഭക്ഷണം, ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഇനിയിപ്പോൾ ഞാൻ വെച്ചതിൻ്റെ ശേഷം ഇനിയിപ്പോൾ ഇത് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണം കേട്ടോ. അമ്മ ഈ തൂക്കുപാത്രത്തിലാണ് കേട്ടോ ചോറൊക്കെ കൊണ്ടുപോകാറ്. അപ്പോൾ ഞാൻ അതിൽ തന്നെയാണ് നെയ്ച്ചോറും ആക്കി കൊടുക്കുന്നത്. പിന്നെ കറിയും പിന്നെ കച്ചമ്പറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആക്കണം കേട്ടോ. ഈ തൈരിൽ ഉള്ളിയും മുളകും പിന്നെ ഞാൻ തക്കാളി ഒരു ചെറിയ കഷ്ണം അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനെന്താ പറയുക, കച്ചമ്പർ തന്നെയല്ലേ പറയുക, അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയൊക്കെ അങ്ങനെ തന്നെ പറയുന്നത് കേട്ടുള്ളത്. ഇനി ഇതിന് വേറെ വല്ല പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതും നെയ്ച്ചോറും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ കറി അവിടെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ആക്കണം കേട്ടോ. ഇതാട്ടാ ചിക്കൻ കറി അമ്മ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുള്ളത്. ഇനി ഇതും കൂടി ആക്കിയിട്ട് ഞാൻ കൊണ്ടുകൊടുക്കട്ടെ വേഗം. നല്ല വെയിലാണ് കേട്ടോ പുറത്ത്. അപ്പോൾ പോകേണ്ട കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ചെറിയ മടിയൊക്കെ ഉണ്ട്. പക്ഷേ കൊണ്ടുകൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അമ്മ പട്ടിണി എടുക്കേണ്ടി വരും. പിന്നെ